എല്ലാത്തിലും ഒന്നാമതെന്ന് നാം അഹങ്കരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ഒരു തലമുറ ബാക്കി വരുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് തമാശയ്ക്കൊരു ബിരുദൻ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ കൊച്ചു കേരളത്തിൽ ഈ ഒരു മാസത്തിനുള്ളിലുണ്ടായ സംഭവ പരമ്പരകളെടുത്താൽ ഈ ചോദ്യമല്ലാതെ മറ്റെന്താണ് ചോദിക്കാനാകുക? പഴയ കാര്യങ്ങളൊക്കെ വിടാം. ഈ അടുത്ത കാലത്ത് താമരശ്ശേരിയിൽ മാതാവിനെ വെട്ടിക്കൊന്ന് 24-കാരൻ. തിരുവനന്തപുരത്ത് ഒറ്റ ദിവസം കുടുംബാംഗങ്ങളെ അടക്കം കാമുകിയെ അടക്കം 5 പേരെ കൊലപ്പെടുത്തി ഒരു ചെറുപ്പക്കാരൻ. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ജൂനിയർ കുട്ടികളെ അതിക്രൂരമായി റാഗ് ചെയ്ത 5 ചെറുപ്പക്കാർ പിടിയിൽ. ഒറ്റപ്പാലത്ത് ITIയിൽ സഹപാഠിയെ മൂക്കിനിടിച്ച് പരിക്കേൽപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനമായി താമരശ്ശേരിയിൽ വയനാട്ടിൽ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ തൻ്റെ സഹപാഠികൾ തലക്കടിച്ച് കൊന്നു. ഈ കൊച്ചു കേരളത്തിലെ ചെറുപ്പത്തിന് എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഭ്രാന്താണോ? ഇത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതില്ലേ? കൊറോണ കാലത്ത് ദിവസവും വൈകുന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഭക്ഷണം കിട്ടാതെ നടക്കുന്ന കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും കുരങ്ങന്മാർക്കും എല്ലാം ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വലിയ അഭിമാനം തോന്നിയിരുന്നു. ഈ 10ാം ക്ലാസ്സുകാരനെ തൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ തലക്കടിച്ചു കൊന്ന ദിവസം മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം വിളിക്കുമെന്നും ഇത്തരം തോന്നിയാസങ്ങൾ ഇനിമേൽ ഈ കേരളത്തിൽ നടക്കില്ലെന്നും കേരളത്തിലെ ഭ്രാന്ത് പിടിച്ച ഈ ചെറുപ്പക്കാരോട് പറയുമെന്നും വെറുതെ ആഗ്രഹിച്ചു. ഇത്തരം തെമ്മാടികൾക്ക് ആരെയെങ്കിലും ഭയം വേണം. ഈ തെമ്മാടിക്കൂട്ടത്തിന് ഒന്നുകിൽ രക്ഷിതാക്കളെ ഭയം വേണം, അല്ലെങ്കിൽ അധ്യാപകരെ, അല്ലെങ്കിൽ നാട്ടുകാരെ, അതുമല്ലെങ്കിൽ ഇവിടുത്തെ നിയമപാലകരെ, അല്ലെങ്കിൽ ഭരണാധികാരികളെ. ഇവർക്കിവിടെ ആരെയും ഭയമില്ല എന്നതാണ് സത്യം. എവിടെ ചെന്ന് നോക്കിയാലും സ്മാർട്ട് ഫോണിൽ തലപൂഴ്ത്തിയിരിക്കുന്ന ഒരു ജനതയെയാണ് കാണുന്നത്. 80-കാരൻ തൊട്ട് 1 വയസ്സുള്ള കുട്ടി വരെ ബസ്സിൽ, തീവണ്ടിയിൽ, ഓഫീസുകളിൽ, വീടുകളിൽ, സ്കൂളുകളിൽ എവിടെയും പരസ്പരം സംസാരിക്കാൻ മറന്നുപോയ ഒരു തലമുറയെയാണ് നാം കാണുന്നത്. തൊട്ടയൽക്കാരോടോ അയൽക്കാരനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ട് ദിവസങ്ങളോ ആഴ്ചകളോ ആയവരാണ് നമ്മളിൽ പലരും. നമ്മുടെ കുട്ടികളിൽ പലരും സ്മാർട്ട് ഫോണിനും ലഹരിക്കും അടിമപ്പെട്ട് കഴിഞ്ഞു. സിന്തറ്റിക് ലഹരി വരെ നീളുന്ന ലഹരി കോടികളുടെ ബിസിനസ്സാണത്രേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കണ്ടിട്ടും കണ്ണടയ്ക്കുകയാണ് വേണ്ടപ്പെട്ടവർ ബോധപൂർവം. തിരിച്ചു കയറാനാവാത്ത വിധം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തിക്കഴിഞ്ഞു. ഇനി വിലപിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. 2 പതിറ്റാണ്ട് കൊണ്ടുണ്ടായ മാറ്റമാണിത്. പണത്തിന് പുറകെ പാഞ്ഞൊരു തലമുറ തങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളരുന്നത് എന്ന് ശ്രദ്ധിച്ചില്ല. അതിൻ്റെ കടുത്ത ശിക്ഷയാണിത്. പുരോഗമന പ്രസ്ഥാനങ്ങൾ മാനുഷിക മൂല്യങ്ങൾ വെടിഞ്ഞ് പണച്ചാക്കുകളുടെ മാസ്മരിക വലയത്തിൽ പെട്ടുപോയതിൻ്റെ കൂടി കൊടിയ ഫലമാണിത്. പണ്ടൊക്കെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഓരോ വീടുകളിലും ചെന്ന് അവരുമായി ബന്ധപ്പെടുമായിരുന്നു. മാസത്തിലൊരിക്കലെങ്കിലും 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും ചെറിയ ഡൊണേഷനൊക്കെ വാങ്ങിയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് വലിയ ഫണ്ട് കളക്ഷന് വേണ്ടി അവർ മുതലാളിമാരുടെ വീട്ടുപടിക്കൽ പോകും. വലിയ നോട്ടുകെട്ടുകളുമായി മടങ്ങും. അവർ സാധാരണക്കാരുമായോ അവരുടെ കുടുംബങ്ങളുമായോ അവരുടെ ജീവിതങ്ങളുമായോ ഒരു ബന്ധവുമില്ല അവർക്ക്. തിരികെ നടക്കാൻ സമയം വൈകിയെങ്കിലും കഠിനമായൊരു പ്രയത്നം നടത്തിയാൽ, എല്ലാവരും ഒത്തൊരുമിച്ചാൽ, എല്ലാത്തിലും ഒന്നാമതെന്ന് നാം അഹങ്കരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പഴയ ജീവിത മൂല്യങ്ങളെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ ഭരണാധികാരികൾ മുൻകൈ എടുക്കേണ്ടതുണ്ട്, നടപടികൾ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നേർവഴിക്ക് നയിക്കാൻ കഴിയണം. ആ ഒരു പരിശ്രമത്തിനായി ഓരോരുത്തരും കച്ച കെട്ടിയിറങ്ങും എന്ന് പ്രതിജ്ഞയെടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക.